ജാസ്മിന് കണക്കും കാര്യങ്ങളൊക്കെ വശമുണ്ടോന്നറിയാൻ ഞാൻ പഴയ അക്കൗണ്ട് ബുക്ക് ചെക്ക് ചെയ്യാനാ പറഞ്ഞത്. സാർ, ഇത് എക്സ്പീരിയൻസ് ഇല്ലാതെ ഓരോന്ന് വിളിച്ച് പറയുക. സാർ മാഡം ഇത് വിശ്വസിക്കരുത്. അല്ല, ഈ കണക്കൊന്ന് ചെക്ക് ചെയ്താ മതി. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാവും. ജാസ്മിൻ, സുമലത ഇവിടുത്തെ പഴയ സ്റ്റാഫാ. വസുന്ധരാമ നിയമിച്ചതാ. ഇതുവരെ സത്യസന്ധമായിട്ടാ ജോലി ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഐശ്വര്യ മാഡത്തിന് ബുദ്ധിയുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഡം. ശരിയാകാം, പക്ഷെ ഈ കണക്കിൽ ഞാൻ പറഞ്ഞ വ്യത്യാസമുണ്ട്. മാഡം, ഇതെന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാണ്. ഇത് ഞാൻ സഹിക്കില്ല. ഞാൻ സത്യ പറഞ്ഞേ. ജാസ്മിനിന്റെ അക്കൗണ്ടുകളൊന്നും ചെക്ക് ചെയ്യണമെന്നില്ല. മറ്റു ജോലികൾ ചെയ്താൽ മതി. ജാസ്മിൻ പൊയ്ക്കോളൂ. പോകാൻ വരട്ടെ. നിക്ക്. സർ, അത് ഞാൻ പറഞ്ഞില്ലേ. നിർത്ത്. സംസാരിച്ചാൽ മതി. ഈ കുട്ടി പറയട്ടെ, എന്താ കണക്കിലെ പ്രശ്നം? സാർ, അത് ഇടുക്കിയിലെ സ്പൈസസ് ഇമ്പോർട്ട് ചെയ്ത വകയിൽ തോമസ് എന്നൊരു ഏജന്റിന് 10,26,000 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ട്. അത് പിറ്റേ ദിവസം തന്നെ ചെക്ക് മാറി രൂപ ആളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ശരി. ഇതേ തോമസിന് ഇതേ ഡേറ്റിൽ വീണ്ടും റെഡി ക്യാഷ് കൊടുത്തെന്ന് വീണ്ടും ഒരു കണക്കൂടി എഴുതിയിട്ടുണ്ട്. അത് സാർ ഒന്ന് നോക്ക്. ഈ തുക എവിടെ പോയതാ? സാർ, ഞാൻ സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതെ, പക്ഷേ ഈ 10,26,000 രൂപ സുമലത എന്താ ചെയ്തത്? സത്യം പറ. ഈ തുക സുമലതയുടെ അക്കൗണ്ടിലേക്കോ അതോ മറ്റേതെങ്കിലും ബിനാമിയുടെ അക്കൗണ്ടിലേക്കാണോ പോയത്? സർ, അത് ക്ലറിക്കൽ എററാവും. ഇത്രയും രൂപ ക്ലറിക്കൽ എററോ? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. കമ്പനി ലോസിൽ പോകാൻ പ്രധാന കാരണം ഇതുപോലത്തെ തിരിമറികളാണ്. ഇപ്പൊ സീറ്റിലേക്ക് വെക്കും. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യട്ടെ. ഈ തിരിമറി തെളിഞ്ഞാൽ പിന്നെ ആ സീറ്റിൽ ഉണ്ടാവില്ല. ഓർത്തോ. അച്ഛാ, സുമലത കള്ളൊന്നും ചെയ്യില്ല. എന്നോട് വലിയ സ്നേഹ. ഓ, സുമലത നിന്നെ ശരിക്കും പോയെത്തുന്നുണ്ടല്ലേ? നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി അവര് പോയെത്തുന്നതേ അവരുടെ കാര്യം കാണാനാ. ഇനിയെങ്കിലും നിനക്ക് ആ ബോധം ഉണ്ടാവണം. ജാസ്മിൻ എന്നാണ് പേരല്ലേ? അതെ. ഐശ്വര്യ, ഈ ജാസ്മിനെ കണ്ടുപിടിക്കും. പുതിയ സ്റ്റാഫാ, പക്ഷെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോടുള്ള കൂറ് കണ്ടു. ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് ആവശ്യം ഇങ്ങനെയുള്ള സ്റ്റാഫാ. മനസ്സിലായോ? ജാസ്മിന്റെ ജോലിയോടുള്ള ഡെഡിക്കേഷൻ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. ഞാനങ്ങോട്ട്. ശരി, വയ്ക്കും. അക്കൗണ്ട്സ് എല്ലാം തറവായിട്ട് ചെക്കപ്പ് ചെയ്യണം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്.
ഇനി ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റരുത്. എല്ലാ കാര്യത്തിലും ഐശ്വര്യയുടെ പ്രത്യേക ശ്രദ്ധ വേണം. ശരി അച്ഛാ. പിന്നെ ജാസ്മിൻ ഐശ്വര്യക്ക് നല്ല സഹായമാവും. വിട്ടുകളയണ്ട, മനസ്സിലായോ? ജാസ്മിൻ അവള് വന്ന് കേറുന്നതിന് മുമ്പ് ഗോൾ അടിച്ചു കളഞ്ഞു. ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല. അവളെ കൂടുതൽ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അച്ഛന്റെ മുമ്പിൽ ഞാനാ ചെറുതാവുന്നേ. ഏയ് എന്തുപറ്റി? എന്താ? അല്ല, നമ്മൾ വിചാരിച്ചതിനേക്കാളും മത്സരം ടഫായിരിക്കും തോന്നുന്നു. ആ അതെന്താ? അല്ല, മത്സരിക്കാൻ വന്നവർ അവരില്ലാന്ന് തോന്നുന്നു. അവരെയൊക്കെ കണ്ടാൽ തന്നെ അറിയില്ലേ, നല്ല തയ്യാറെടുപ്പിലാ. ആ കണ്ടസ്റ്റൻസിനെല്ലാം കണ്ടിട്ടാണോ? ഡ്രസ്സിലും ആഡംബരത്തിലും ഒന്നും അല്ല കാര്യം. ആ ഫ്ലോറിലെ പെർഫോമൻസ്, അതാണ് പ്രധാനം. പെർഫോമൻസ് എങ്ങനെ ഗംഭീരമാക്കാം, താൻ അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. താൻ ധൈര്യമായിട്ട് വന്നേ, വാ. മാനസ മത്സരത്തിനുണ്ട്. റിയാലിറ്റി ഷോ കലക്കും. ഹായ്, വെൽക്കം. ഹലോ മാഡം. ഹലോ മാഡം. ഹലോ. രണ്ടാളും യു കെയിൽ നിന്ന് എപ്പോ എത്തി? മോർണിംഗ് ഫ്ലൈറ്റിന് നാട്ടിലെത്തി. ഹോട്ടലിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. പിന്നെ നേരെ ഇവിടേക്ക്. ഓക്കെ. രാമനവമി മ്യൂസിക് ഫെസ്റ്റിവലില് മാനസയുടെ പാട്ട് ഞാൻ കേട്ടു. എനിക്ക് വളരെ ഇഷ്ടമായി. താങ്ക് യു. മ്യൂസിക് കോമ്പറ്റീഷനിലെ കണ്ടസ്റ്റൻസും പേരൻസും അല്ലേ? അതെ. ഞാൻ മഹിമ. ഇതെന്റെ മോള് മാനസ. ഇവള് മ്യൂസിക് കോമ്പറ്റീഷന് വന്നതാ. ഇനി മുന്നോട്ട് നമ്മൾ ഒന്നിച്ചു പോകാനുള്ളതല്ലേ? പരസ്പരം പരിചയപ്പെടാം. എന്റെ പേര് സരിത. ഓ, എന്ത് ചെയ്യുന്നു? ഞാൻ ബാങ്ക് മാനേജറാ. ഓ, ഇതെന്റെ മോനാ. എന്റെ പേര് ഗോവിന്ദ്, എംടെക്കിന് പഠിക്കുക. ഓക്കെ. ആ, കോമ്പറ്റീഷന് വന്നതാണോ? ആ അതെ, ഞാൻ അഖിൽ. ഇതെന്റെ വൈഫ് ശ്യാമ. ഇയാള് മ്യൂസിക് കോമ്പറ്റീഷന് വന്നതാണോ? ആ അതെ. വേറെ കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ലേ? ഇല്ല. ഈ വേഷത്തിലാണോ പെർഫോം ചെയ്യാൻ പോകുന്നത്?
ഓക്കെ ഓക്കെ, ഇവിടെ ഞാൻ പറയുന്നത് ശരിയാണോന്നറിയില്ല. എന്നാലും ഇത് കണ്ടപ്പോ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരണമെന്ന് തോന്നി. ഇതൊരു മ്യൂസിക് റിയാലിറ്റി ഷോ അല്ലേ? ഇതില് മേക്കപ്പിനും ഡ്രസ്സിനും സൗന്ദര്യത്തിനും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ടിവിയിലൂടെ ലോകം കാണുന്നതല്ലേ, അപ്പോ അതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി ഇവിടെയുള്ള കണ്ടസ്റ്റൻസും കീപ്പ് ചെയ്യണ്ടേ? ശ്യാമ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഗവൺമെന്റ് ജോബ്? അല്ല, വീട്ടില് ചെറിയ രീതിയിലൊരു മ്യൂസിക് ട്യൂഷൻ ഉണ്ട്. ഓ, അല്ല അഖിലെന്ത് ചെയ്യുന്നു? ആ ഞാന് എക്സ്ക്യൂസ് മീ മാഡം, ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ, ആ കടയിൽ ചെന്നാൽ മതി. ഇന്ന് ഞാനില്ല, ഒരു പയ്യൻ അവിടെ ഉണ്ട്. അയ്യോ, വെണ്ടയ്ക്ക് പുതിയ ലോഡ് വന്നിട്ടില്ല, ഇന്നലത്തെ സ്റ്റോക്കേ ഉള്ളൂ. ആ അമരയ്ക്ക് പുതിയതാ. ആ 25 കിലോ അല്ലേ? ആ ശരി, മേടിച്ചോളൂ. ആ പച്ചക്കറി ബിസിനസ്സാ? ആ ചെറിയൊരു പച്ചക്കറി ഷോപ്പുണ്ട്. അത് ഓക്കെ ഓക്കെ മതി. ഓക്കെ, വാ മോളെ. ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് പങ്കെടുക്കുന്ന മ്യൂസിക് ഷോ ആണെന്നാ കരുതിയെ. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നേ. ഇതിപ്പം നാട്ടിൽ പച്ചക്കറി കട നടത്തുന്നവനും തട്ടുകടക്കാരനും ഒക്കെയാ മത്സരിക്കുന്നത്. എന്റെ മോള് മാനസ പ്ലേബാക്ക് സിംഗർ അനുരാധ ശ്രീറാം മാമിന്റെ പ്രിയ ശിഷ്യയാണ്. അപ്പൊ അറിയാലോ അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. എന്തായാലും കൾച്ചറൽസ് ആയ ചുറ്റുപാടിൽ വന്ന് പെട്ടുപോയില്ലേ അമ്മേ. ഇനി മത്സരിക്കാതെ നിവൃത്തിയില്ലല്ലോ. ഞാൻ ചാനൽ ഹെഡിനെ ഒന്ന് കാണട്ടെ. ഇങ്ങനെ ലോക്കൽസിനെയൊക്കെ പാടാൻ കയറ്റുമെന്ന് വെച്ചാ എന്താ അവരുടെ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. വാ മോളെ. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇതിന്റെ വാശി തീർക്കേണ്ടത് ആ ഫ്ലോറില്. ഈ പച്ചക്കറി കടക്കാരന്റെ ഭാര്യ ആരാണെന്ന് ഈ ശ്യാമ ഇവർക്കൊക്കെ കാട്ടിക്കൊടുക്കണം. എന്റെ ശ്യാമ ആരാണെന്ന് ഇന്ന് ഇവരറിയും. അതറിയിക്കണം. ഓക്കെ? വെൽക്കം ടു സി സിംഗർ ഓഫ് ദി ഇയർ സീസൺ 1. അടുത്തതായി പാടാനെത്തുന്നു മാനസ.
അടിപൊളി. UK-യിൽ നിന്ന് നമ്മുടെ മ്യൂസിക് റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി മാത്രം എത്തിയ മാനസ തകർത്തു. കർണാട്ടിക് ആൻഡ് പ്ലേബാക്ക് സിംഗർ അനുരാധ ശ്രീറാം മാമിന്റെ പ്രിയ ശിഷ്യയ്ക്ക് ഇങ്ങനെ ആവാനേ പറ്റൂ അല്ലേ? എന്തായാലും മാനസ പൊളിച്ചു. നമുക്കിനി മാർക്സിലേക്ക് പോകാം. ജഡ്ജസ്, GK സർ. മാനസ നന്നായിട്ട് പാടി. താങ്ക് യു. വേറെ കുറവുകളൊന്നും പറയാനില്ല. എന്നാലും ആ പല്ലവിയുടെ ഭാഗത്ത് കുറച്ചുകൂടി വൃത്തിയാക്കാമായിരുന്നു. മനസ്സിലായി സർ, ശ്രദ്ധിക്കാം. മാനസയ്ക്ക് ഞാൻ തരുന്നത് 8 മാർക്ക്. താങ്ക് യു സർ. അടുത്തത് രേണുക സീതാരാമൻ മാം. ഗംഭീരമായി മാനസ പാടി. പിന്നെ എടുത്തു പറയേണ്ടത് മാനസയുടെ കോസ്റ്റ്യൂംസ് ആണ്. വേഷം നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. ഞാൻ മാനസയ്ക്ക് തരുന്നത് 7 മാർക്ക്. താങ്ക് യു മാം. അടുത്തത് വിജി തമ്പി സർ. കുട്ടിയുടെ പാട്ട് നന്നായി. പിന്നെ മിസ്റ്റർ GK പറഞ്ഞതുപോലെ ആ പല്ലവിയിൽ ചെറിയ ഒരു പ്രശ്നമുണ്ടായി. അതൊന്ന് ശ്രദ്ധിക്കണം. ആ, ഞാൻ തരുന്നത് 7 മാർക്ക്. താങ്ക് യു സർ. അപ്പോ 8, 7, 7 ആകെ മൊത്തം 22 മാർക്ക്. ഇന്നത്തെ പെർഫോമൻസിലെ ഏറ്റവും ഉയർന്ന സ്കോർ മാനസ നേടിയിരിക്കുകയാണ്. നല്ലൊരു കയ്യടി. പോയിരുന്നു. താങ്ക് യു. ഇനി നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. ശ്യാമ. ഇതാ എത്തിക്കഴിഞ്ഞു നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ശ്യാമ. ദാ നമ്മുടെ ശ്യാമയുടെ പെർഫോമൻസ് ആരംഭിക്കാൻ പോവുകയാണ്. ഓൾ ദി ബെസ്റ്റ് ശ്യാമ. താങ്ക് യു.
അടിപൊളി. ശ്യാമ നമ്മളെ എല്ലാരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഒന്നും പറയാനില്ല. ജഡ്ജസ്